ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനതറിയാതെ പോയല്ലോ. കഷ്ടം. ജഗനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. എന്റെയും ദേമോളുടെയും കാര്യമൊന്നും നോക്കുകയും വേണ്ട. അച്ഛന് ജഗനെ കൂട്ടിക്കൊണ്ടു പോവാം ഏത് സമയത്തും. എവിടെ ഊര് കെട്ടാൻ ഇറങ്ങിയതാടി നീ? നീ നീ ഒറ്റ ഒരുത്തി കാരണമാ എന്റെ മകൻ എന്നിൽ നിന്നും അകന്നത്. എന്റെ എല്ലാമായിരുന്നടി അവൻ. ഞാൻ എന്ത് ചെയ്തെന്നാ? നീ എന്ത് ചെയ്തെന്നോ? നീ ഒറ്റ ഒരുത്തിയടി എന്നെ എന്റെ മകനെയും തമ്മിൽ തെറ്റിച്ചത്. ഇപ്പൊ തൃപ്തിയായല്ലോ. നിന്റെ ജാതകദോഷം എന്റെ ചങ്ക് പറിച്ചോണ്ടാ പോയത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. തകർന്നു പോയൊരു അച്ഛന്റെ ശാപമുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ നിന്നെ വേട്ടയാടും. ഞാനാ പറയുന്നത്. 10 മാസം വയറ്റിലിട്ട് വളർത്തിയ ഒരു കണക്കാണ് ഒരു അമ്മയ്ക്ക് പറയാനുള്ളതെങ്കിൽ പിച്ച വയ്ക്കാൻ തുടങ്ങിയ അന്നു മുതൽ ആയുസ്സൊടുങ്ങും വരെ ചാങ്കിലേറ്റി നടക്കുന്ന ഒരച്ഛന്റെ കണക്കിന് നീ പലിശ സഹിതം പരിഹാരം ചെയ്യേണ്ടി വരും. ഇതോർമ്മരിക്കട്ടെ. അച്ഛനൊന്ന് നിന്നേ. ഞാനേ സ്നേഹമുള്ളൊരച്ഛന്റെ മകളായി വളർന്നതാ. അതുകൊണ്ട് മക്കള് പിരിയുമ്പോഴുള്ള ഒരച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാവും. നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിച്ചത് നിങ്ങൾ കരുതുന്നത് പോലെ ഞാനല്ല. അച്ഛന്റെ സ്വന്തം സഹോദരിയ ആനന്ദവല്ലി. സത്യം. അച്ഛനിത് വിശ്വസിക്കാൻ വളരെ പ്രയാസാണെന്ന് എനിക്കറിയാം. അത്രയ്ക്കുണ്ടല്ലോ മൂത്ത സഹോദരിയോടുള്ള സ്നേഹവും വിശ്വാസവും ബഹുമാനവും. ജഗന് ജോലി കിട്ടാതെ പറഞ്ഞു വിട്ട കടയിൽ ഞാൻ നേരിട്ട് പോയി ജഗനെ പിരിച്ചുവിടാനുള്ള കാര്യവും തിരക്കിയായിരുന്നു. അച്ഛൻ അതറിയണോ? ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ അച്ഛന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് തിരക്കാം. നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിക്കുന്നതും തെറ്റണമെന്ന് ആഗ്രഹിക്കുന്നതും ജഗന്റെ ആനന്ദവല്ലി അപ്പച്ചി മാത്രാണ്. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് വെറും 10 മാസം മക്കളെ ഗർഭപാത്രത്തിൽ ചുമന്ന കണക്ക് മാത്രമേ പറയാനുള്ളൂ എന്നും അച്ഛൻ മക്കളെ ഒരായുഷ്കാലം മുഴുവനും ചങ്കിലേറ്റി നടക്കാറുണ്ടെന്നും. ഇന്നും ജഗൻ അച്ഛന്റെ ആ ചങ്കില് തന്നെ സ്ഥാനം. ജഗന് എന്നോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി സ്നേഹം ഈ അച്ഛനോടാ. ജഗന്റെ ജീവിതത്തിലേക്ക് എപ്പോഴോ കയറി വന്ന എനിക്കതറിയാം. അച്ഛനതറിയാതെ പോയല്ലോ. കഷ്ടം. ജഗനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. എന്റെയും ദേമോളുടെയും കാര്യമൊന്നും നോക്കുകയും വേണ്ട. അച്ഛന് ജഗനെ കൂട്ടിക്കൊണ്ടു പോവാം ഏത് സമയത്തും. ശ്യാമെന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് ദേവികയല്ലേ? ദേവികയ്ക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഞാൻ പറയാന്ന് വെച്ചു. ഒന്ന് ചോദിച്ചോട്ടെ? അപ്പോ ഒന്നേ ഉള്ളു ചോദിക്കാൻ? ഒന്നല്ല, ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ചോദിക്കാൻ. പിന്നെ ആദ്യം അറിയേണ്ട കാര്യം മാത്രം ചോദിക്കാന്ന് വെച്ചു. ചോദിച്ചോളൂ.
കോളേജിൽ വെച്ച് കണ്ട പെൺകുട്ടി ആരായിരുന്നു? ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാ ദേവിക ചോദിച്ചത്. ആ പെൺകുട്ടിയാണ് വർഷ. വർഷ, നൈസ് നെയിം. കോളേജിൽ വെച്ച് ഞങ്ങള് തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വല്ലപ്പോഴും കാണുന്ന. കൂടെ ഉണ്ടായിരുന്നയാള് അവളുടെ ഭർത്താവാ, വിക്രം. തിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ അപ്പോ നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ അതിനപ്പുറം? മനസ്സിലായില്ല. ഐ മീൻ ലവ് അഫെയർ? അക്കാര്യം ദേവികയോട് ഞാൻ ഒളിക്കുന്നില്ല. എനിക്ക് വർഷയോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്ന് പലതവണ ആഗ്രഹിച്ചതാ. പക്ഷെ നടന്നില്ല. അതങ്ങനെ നീണ്ടൊരു മെഗാ സീരിയൽ പോലെ പോയി. എന്റെ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ വർഷ മാത്രം അറിഞ്ഞില്ല. വർഷയോട് കൂട്ടുകാരും പറഞ്ഞതുമില്ലേ? ഇല്ല. എന്റെ പ്രേമം എന്നെ ഒതുക്കാനുള്ള ആയുധമാക്കി കൂട്ടുകാരും കൊണ്ട് നടന്നു. എന്നിട്ടെന്താ, വർഷയുടെ വീട്ടുകാര് അവളുടെ കല്യാണം ഉറപ്പിച്ചു. പ്രേമം ഉള്ളിൽ വെച്ച് പൂട്ടി എനിക്ക് ആ വിവാഹത്തിന് സഹകരിക്കേണ്ടതായി വന്നു. കഷ്ടായിപ്പോയി. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വർഷയ്ക്കൊരു ഹിന്റെങ്കിലും കൊടുക്കായിരുന്നു. ശ്യാമിനെയും വർഷയെയും അടുത്ത് കണ്ടപ്പോ നിങ്ങൾ നല്ല ജോഡിയായിരുന്നു എന്ന് എനിക്കും തോന്നി. ശ്യാം അവളെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് വർഷയുടെ ഭർത്താവിന് വല്ല സംശയമുണ്ടോ? എങ്ങനെ മനസ്സിലായി? നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ അയാളുടെ മുഖഭാവം കണ്ടപ്പോ മനസ്സിലാക്കി അയാളുടെ നമ്പർ 1 ശത്രുവാണ് ശ്യാമെന്ന്. ശരിയാ, അയാളൊരു സംശയരോഗിയാ. ഒരു ചോദ്യം കൂടി. വർഷയെ ശ്യാം പൂർണ്ണമായി മറന്നു കഴിഞ്ഞില്ലേ? ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അവളോടുള്ള പ്രേമവും ഉപേക്ഷിച്ചോ? മാനത്തെ കൊട്ടാരം